അകലെ നിന്നു നോക്കിയാൽ ഇത് ഒരു ശാന്തി സ്തൂപമാണ് എന്നു തോന്നും. അടുത്തു ചെന്നാൽ അസ്ഥി മരവിച്ചു പോകും. ഇത് കംബോഡിയയിലെ ഖൊയാങ് എന്ന കുപ്രസിദ്ധമായ കൊലനിലം. ഈ പാടങ്ങളിൽ 100 മേനി വിളഞ്ഞത് കതിരല്ല, മരണമാണ്. മനുഷ്യചരിത്രത്തെ ലജ്ജിപ്പിച്ച കൂട്ടക്കൊലയുടെ കറുത്ത അധ്യായമാണ് കംബോഡിയയ്ക്കുള്ളത്. ഒന്നും രണ്ടുമല്ല, 10 ലക്ഷത്തിലധികം നിരപരാധികളായ നിസ്സഹായരായ മനുഷ്യരെയാണ് ഈ മണ്ണിൽ 4 വർഷക്കാലം കൊണ്ട് കൊന്നു കുഴിച്ചു മൂടിയത്. സ്ത്രീകൾ, പിഞ്ചുകുഞ്ഞുങ്ങൾ, രോഗികൾ എന്നൊന്നും ഭേദമില്ലാതെ ഒരു കുറ്റവും ചെയ്യാത്തവരെ പട്ടിണിക്കിട്ടും അതിക്രൂരമായി പീഡിപ്പിച്ചും കൊന്നു കുഴിച്ചു മൂടുകയായിരുന്നു. ചിലരെ ജീവനോടെ, മറ്റു ചിലരെ അർദ്ധപ്രാണനോടെ. നേരെ കൊല്ലുകയല്ല, മനുഷ്യചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത പീഡനമുറകളിലൂടെ കൊല്ലാക്കൊല ചെയ്ത് നിരാലംബരായ മനുഷ്യരെ മണ്ണിട്ടു മൂടിയ കൊലനിലങ്ങളാണിത്. കംബോഡിയയിൽ ആഭ്യന്തര യുദ്ധാനന്തരം രാജ്യഭരണം പിടിച്ചെടുത്ത കംബോഡിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പോൾ പോട്ടിന്റെ ഖമർ റൂഷ് ഭീകര ഭരണകൂടമാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തത്. അങ്ങ് ചരിത്രാതീത കാലത്തൊന്നുമല്ല ഈ അരുംകൊല നടന്നത്. ഓർമ്മകളിൽ അത്ര അകലെയല്ലാത്ത 1975 മുതൽ 79 വരെയുള്ള കാലത്ത് കൂട്ടക്കൊല നടത്തിയത് വൈദേശിക ശക്തികളോ ഭീകരപ്രവർത്തകരോ അല്ല. സ്വന്തം രാജ്യത്തെ ഭരണകൂടം അവിടുത്തെ ജനങ്ങളുടെ മേലാണ് മരണതാണ്ഡവമാടിയത്. കംബോഡിയൻ തലസ്ഥാനമായ നോംപെന്നിനടുത്ത് ഖൊയോങ് ഏറ്റവും വലിയ മരണപ്പാടമായിരുന്നു. യേൽ സർവകലാശാല നടത്തിയ DC ക്യാമറ മാപ്പിംഗ് പ്രോഗ്രാമിൽ കണ്ടെത്തിയത് 20,000 കൂട്ടമരണക്കുഴികളിലായി 13,86,734 മനുഷ്യരെ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ്. 1979 കണക്കനുസരിച്ച് 80 ലക്ഷം ജനങ്ങളാണ് കംബോഡിയയിലുണ്ടായിരുന്നത്. അതിൽ നല്ലൊരു ശതമാനത്തെയും കൊന്നൊടുക്കി. വെറുതെ കൊല്ലുകയല്ല, നമുക്ക് ചിന്തിക്കാനാവാത്ത ക്രൂരതകളാണ് സ്വന്തം ജനതയോട് ഖമർ റൂഷ് ഭരണം കാട്ടിയത്. മുൻ ഭരണകൂടവുമായി പുലബന്ധമുണ്ടെന്ന് നേരിയ സംശയം പോലും തോന്നിയവരെ പോൾപോട്ട് ഭരണകൂടം കൊന്നൊടുക്കി. അതിക്രൂരമായി. പ്രൊഫഷണലുകൾ, ബുദ്ധിജീവികൾ, അധ്യാപകർ, തൊഴിലാളികൾ ആരെയും വെറുതെ വിട്ടില്ല. ദീർഘനാളത്തെ തടവും പീഡനവും കഴിഞ്ഞ് കൊലനിലത്തു കൊണ്ടുവന്ന് അതിദാരുണമായാണ് കൊന്നു കുഴിച്ചുമൂടിയത്. വെടിവെച്ചു കൊന്നാൽ വെടിയുണ്ട വെറുതെ പാഴാകുമെന്നും വേദന അറിയില്ലെന്നതിനാലും മുളകൊണ്ട് കുത്തിയും പനന്തണ്ടുകൊണ്ട് മർദ്ദിച്ചും കാർഷികായുധങ്ങൾ കൊണ്ട് അംഗഭംഗം വരുത്തിയുമാണ് മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിയിട്ടത്. കൊലനിലത്തെ ട്രക്ക് സ്റ്റോപ്പാണിത്. ഖമർ റൂഷ് കംബോഡിയയിൽ സ്ഥാപിച്ച 150 പീഡന കേന്ദ്രങ്ങളിലൊന്നായ നോംപെന്നിലെ ടുവോൾ സ്ലെങ് ജയിലിൽ നിന്നുൾപ്പെടെയുള്ള തടവുകാരെ ട്രക്കുകളിൽ കുത്തിനിറച്ച് ഇവിടേക്ക് എത്തിച്ചിരുന്നു. അവരെ നേരെ കൊലക്കുഴിയുടെ കരയിലെത്തിച്ച് ക്രൂരമായി കൊന്നുതള്ളിയിരുന്നു. മരണവണ്ടികളിൽ ഒരെണ്ണം, ഒരു ട്രക്ക് 1979 ജനുവരി 7 വരെ ഇവിടെയുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ നിന്ന് മാറ്റി. തടവുകാരുടെ കുട്ടികൾ ജീവിച്ചിരുന്നാൽ അവർ ഭാവിയിൽ തങ്ങൾക്കെതിരെ തിരിഞ്ഞേക്കുമെന്ന് ഭയന്ന ഭരണകൂടം അവരെ കാലിൽ പിടിച്ച് മരത്തിലടിച്ച് ഈ കുഴികളിലേക്ക് എറിഞ്ഞു. കുട്ടികളുടെ കരച്ചിൽ പുറം ലോകം കേൾക്കാതിരിക്കാൻ സമീപത്തുള്ള ആൽമരത്തിൽ ഉച്ചഭാഷണിയിലൂടെ അത്യുച്ചത്തിൽ പാട്ടുവെച്ചിരുന്നത്രേ. ഇതായിരുന്നു കരാള സംഗീതം കേട്ട ആ ആൽമരം. അതിപ്രാകൃതമായ വിചാരണാ രീതികളായിരുന്നു ഭരണകൂടം പിന്തുടർന്നു വന്നത്. 443 മരണപ്പാടങ്ങളുള്ളതിൽ 65 മാത്രമാണ് കുഴിച്ചെടുത്തത്. മരണപ്പാടത്തിലൂടെ നടക്കുമ്പോൾ കാലിലെ പെരുവിരൽ കൊണ്ട് മണ്ണിൽ തോണ്ടിയാൽ പോലും മനുഷ്യന്റെ അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ പുറത്തുവരും. ഖമർ റൂഷ് ആരാച്ചാരന്മാരുടെ പട പകലന്തിയോളം കൊന്നു തളരുമ്പോൾ അടുത്ത ദിവസത്തേക്ക് ആയുസ് ബാക്കി വന്ന പാവം മനുഷ്യർക്കുള്ള കാരാഗൃഹമായിരുന്നു ഇവിടെ. പരസ്പരം കാണാതിരിക്കാൻ കണ്ണു മൂടിക്കെട്ടിയാണ് ഈ കാരാഗൃഹത്തിലേക്ക് അവരെ തിക്കിക്കയറ്റിയിരുന്നത്. മരണമണം അവശേഷിച്ച
അവസാനത്തെ കാരാഗൃഹം 1979 പൊളിച്ചു നീക്കി. DDT പോലെയുള്ള മാരക രാസവസ്തുക്കളുടെ ഗോഡൌണായിരുന്നു ഇവിടം. മരണക്കുഴിയിൽ ശവക്കൂമ്പാരങ്ങൾക്ക് മീതെ വിതറാനുള്ള രാസവസ്തുക്കൾ. ശവക്കുഴിയിൽ ജീവൻ ബാക്കിയുള്ളവരെ കൊല്ലുന്നതിനും ചീഞ്ഞ ഗന്ധം പുറത്തറിയാതിരിക്കാനുമാണ് രാസവസ്തുക്കൾ വൻതോതിൽ കുഴിയിലിട്ടിരുന്നത്. കൂട്ടശവക്കുഴികൾ 1980 തോണ്ടിയെടുത്തപ്പോൾ മഴയിൽ തെളിഞ്ഞു വന്ന മരണം കൂടെ കൂട്ടാതിരുന്ന വസ്ത്രങ്ങൾ നഗ്നരാക്കിയാണ് ഏറെപ്പേരെയും കൊന്നു കുഴിച്ചു മൂടിയത്. കൊലനിലമാകുന്നതിന് മുൻപ് ഇവിടം ഒരു ചൈനീസ് സെമിത്തേരിയായിരുന്നു. പരേതാത്മാക്കൾ ശേഷക്രിയ കാത്തുകിടന്ന ഈ കിയോസ്കുകളാണ് പിന്നീട് മരണപ്പാടമായി മാറിയത്. മരണപ്പാടം തോണ്ടിയെടുത്ത മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥിക്കഷ്ണങ്ങളും ചേർത്തുവെച്ച് ഒരു സ്തൂപം പീഡനപർവ്വത്തിന്റെ നരകശേഷിപ്പായി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. പീഡനത്താൽ തുളവീണ തലയോടുകളും പിഴുതെടുത്ത പല്ലുകൾ ബാക്കിവെച്ച താടിയെല്ലുകളും അടിച്ചൊടിച്ച കൈകാലുകളുടെ അസ്ഥി ബാക്കിയുമൊക്കെ ആസുരകാലത്തിന്റെ ഓർമ്മയ്ക്കായി സ്തൂപത്തിൽ അടുക്കി വച്ചിരിക്കുന്നു. മനുഷ്യനോട് ചെയ്ത കൊടും ക്രൂരതയുടെ ആദ്യ സ്മാരകമല്ലിത്, അവസാനത്തേതുമല്ല. ആവർത്തിക്കുന്ന കാടത്തത്തിന്റെ നൈരന്തര്യമാണിത്. ഇനിയും ഇത് ആവർത്തിച്ചേക്കാം. ഇവിടെ മാത്രമല്ല, എവിടെയും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ.